ഇത് എട്ടുകാലി മമ്മൂഞ്ഞോ റീൽസ് അച്ഛനോ? പ്രിയമുള്ള പ്രേക്ഷകരെ, നമുക്കറിയാം കഴിഞ്ഞ 4.5 കൊല്ലം പ്രതിപക്ഷ നേതാവിൻ്റെ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ വി.ഡി. സതീശൻ എന്ന കേക്കച്ചൻ. ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയാൽ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് പ്രയോജനകരമായ എന്തെങ്കിലും ഒരു ഇടപെടലുകൾ ഇദ്ദേഹം നടത്തിയിട്ടുണ്ടോ? ഒരൊറ്റ ഒരെണ്ണത്തിൻ്റെ പേര് നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ? ഓർമ്മ വരുന്നില്ല. എന്തുമാത്രം അഴിമതികൾ ഇവിടെ നടന്നു. കരുവന്നൂരിലെ തീവെട്ടിക്കൊള്ളയുമായി ബന്ധപ്പെട്ട വലിയ ആരോപണങ്ങൾ നടന്നു. അതിനെതിരെ എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തുവാനോ ആ തട്ടിപ്പിന് ഇരയായവർക്ക് ഒരു നീതി കൊടുക്കുവാനോ ഈ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് ഇയാൾക്ക് എന്തെങ്കിലും സാധിച്ചോ? അതുപോലെ ഇന്ന് ഭാരതത്തിലെ ഏറ്റവും വിലക്കയറ്റമുള്ള ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് ഈ കേരളമാണ്. ഈ കേരളത്തിലെ ഈ വിലക്കയറ്റം സംബന്ധിച്ച എന്തെങ്കിലും ഒരു പ്രക്ഷോഭം ഉണ്ടാക്കുവാനോ അതിനെന്തെങ്കിലും ഒരു തടയിടുവാനോ ഇയാൾക്ക് സാധിച്ചു? അതൊക്കെ പോട്ടെ, മദ്യത്തിൻ്റെ കാര്യം എടുക്കുക. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന വിലയിൽ ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ മദ്യം മേടിച്ച് കൺസ്യൂം ചെയ്യുന്ന ഒരു സംസ്ഥാനം ഈ കേരളമാണ്. ആ മദ്യത്തിൻ്റെ ഇത്രയും ടാക്സുകൾ കൂട്ടി ഏറ്റവും ഉന്നത വില കൊടുത്ത് മദ്യം മേടിക്കുന്ന ഒരു സംസ്ഥാനം. അതുപോലെ നമ്മുടെ യുവാക്കൾക്ക് ഇവിടെ തൊഴിലില്ല. PSC മെമ്പർമാരുടെ ശമ്പളം കൂട്ടുന്നു. ഈ തൊഴിലില്ലായ്മയ്ക്കെതിരെ എന്തെങ്കിലും ഇയാൾക്ക് ശബ്ദിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? അതുപോലെ ഈ മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ഉയർന്നു വന്ന പല ആരോപണങ്ങൾ, അതിലെന്തെങ്കിലും ഒരു പ്രതികരണം ഇയാൾ ഇതുവരെ നടത്തിയോ? അതുപോലെ ഇവിടുത്തെ നടക്കുന്ന സകല നിർമ്മാണ പ്രവർത്തനങ്ങളും ഊരാളുങ്കൽ സൊസൈറ്റി എന്ന ഇവരുടെ ബിനാമി പ്രസ്ഥാനത്തിലൂടെ ആയിരക്കണക്കിന് കോടിയുടെ ആ മരാമത്ത് പണികൾ ഊരാളുങ്കൽ സൊസൈറ്റി വഴി കൊടുത്ത് ഇവർ തട്ടിപ്പ് നടത്തുന്നു. അതിനെതിരെ ഇയാൾക്ക് എന്തെങ്കിലും പ്രതികരിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? അതുപോലെ കിഫ്ബി, മസാല ബോണ്ട് തുടങ്ങിയ ഈ ഉടായ്പ വഴി, അതായത് നാളത്തെ ഏറ്റവും വലിയ ഇന്ത്യ കണ്ട തട്ടിപ്പായി തെളിയിക്കാൻ പോകുന്ന ആ കിഫ്ബി, മസാല ബോണ്ട് തട്ടിപ്പുകൾക്കെതിരെ ഇയാൾക്ക് എന്തെങ്കിലും സാധിച്ചിട്ടുണ്ടോ? അതുപോലെ പോലീസ് കസ്റ്റഡി മരണങ്ങൾ, പോലീസ് കസ്റ്റഡി മർദ്ദനങ്ങൾ, ഇവയുമായി ബന്ധപ്പെട്ട് ഒരു യുവ കോൺഗ്രസ് നേതാവിനെ മർദ്ദിക്കുന്ന ആ ദൃശ്യങ്ങൾ പുറത്തു വന്ന അന്നാണ് ഇയാൾ ആ മുഖ്യമന്ത്രിയുടെ ഓണാഘോഷത്തിൽ പങ്കെടുത്ത് ഇലയും നക്കിയിരുന്നത്. അതിനുശേഷം ഇദ്ദേഹം പറഞ്ഞു, കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രതിഷേധം നടക്കും. എന്തെങ്കിലും നടന്നോ? ആകെ ഇത്തരം കാര്യങ്ങൾക്ക് പ്രതിഷേധിച്ചിരുന്ന ആ യുവനേതാക്കന്മാരെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇയാൾ രാഹുൽ മാങ്കുട്ടത്തെ ഇല്ലാതാക്കി. അതിനുശേഷം ഒരു 4 മരവാഴകളെ 4 മണ്ണുണ്ണികളെ പ്രതിഷ്ഠിച്ചു. എന്നിട്ട് എന്തായി? ഇപ്പോൾ ഇത് കണ്ടോ, എൻ്റെ തല, എൻ്റെ ഫുൾ ഫിഗർ. ഇപ്പോൾ മാധ്യമങ്ങൾ തുറന്നാൽ, സോഷ്യൽ മീഡിയ തുറന്നാൽ ഈ കേക്കച്ചൻ്റെ മുഖം മാത്രം, അവൻ്റെ പുറകിൽ അവൻ്റെ ആ ഗുണ്ട മുട്ടത്തലയനും. എന്നിട്ട് അവൻ പറയുകയാണ്, കേരളത്തിൽ സമാനതകളില്ലാത്ത കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. ഇനി ഞങ്ങൾ വരാൻ പോകുമ്പോൾ മറിക്കും, തകർക്കും എന്നൊക്കെ ഇവൻ വിളിച്ചു പറയുമ്പോൾ അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾ ഇവനെ ചൂലും കെട്ടെടുത്ത് അടിക്കില്ലേ? അതുപോലെ ഇക്കഴിഞ്ഞ നിയമസഭ കൂടിയപ്പോൾ രാഹുൽ വന്നാൽ വലിയ പ്രശ്നമാകും, ഞാൻ വമ്പൻ കാര്യങ്ങൾ നടത്തുമെന്ന് പറഞ്ഞ് അവസാനം പോയി മാപ്പിരന്ന് മെഴുകി പോകുന്ന ഇവനെ നമ്മൾ കണ്ടതാണ്. എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തും. ഇവിടെ ഒരു പ്രതിപക്ഷമുണ്ടോ? കഴിഞ്ഞ 4.5 കൊല്ലം കൊണ്ട് ജനങ്ങൾ ചോദിക്കുന്നു, ഇവിടെ ഒരു പ്രതിപക്ഷം ഉണ്ടോ? ആ സാഹചര്യത്തിലാണ് ഇരുന്ന് ഇവൻ പറയുന്നത്, ഇത് UDF ഇനി വന്നു കഴിഞ്ഞാൽ ഇവിടെ മലം മറിക്കുമെന്ന്. ഞങ്ങൾക്ക് കൃത്യമായ വിഷൻ 2025 ഉണ്ട്. അതുപോലെ ഒരു താരപരിവേഷമാണ് ഇയാൾക്ക് എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ ഇവിടെ ഉണ്ടായ സകല ഉപതെരഞ്ഞെടുപ്പുകളുടെയും വിജയത്തിന്റെ പിതൃത്വം ഇയാൾ ഏറ്റെടുത്തു കഴിഞ്ഞു. കെ സുധാകരനൊന്നും ആയിരുന്നില്ലേ? കെ സുധാകരനെയൊക്കെ പാരവെച്ച് ഇവൻ പുറത്തു കളഞ്ഞിട്ട് ഇപ്പോൾ കെ സുധാകരന്റെ പേര് പോലും പറഞ്ഞില്ല. അതുകൊണ്ടാണ് എന്നിട്ട് ഇവർ പറയുന്നു, ഈ യുവനേതാക്കന്മാരെ താല്പര്യമുള്ള ജനങ്ങൾ അവരുടെ ആ വീഡിയോകൾ എടുത്ത് റീൽസ് ഉണ്ടാക്കി വിടുന്നത് കണ്ട് ഇവന്മാർ പറഞ്ഞു, റീൽസ് അല്ല, റിയൽ വർക്കിലാണ് കാര്യമെന്ന് പറയുകയുണ്ടായി. എന്നിട്ട് ഇപ്പോൾ നോക്കുക, സമൂഹ മാധ്യമങ്ങൾ തുറന്നാൽ, ഫേസ്ബുക്ക് തുറന്നാൽ, ഇൻസ്റ്റാഗ്രാം തുറന്നാൽ ഇപ്പോൾ ഈ കേക്കച്ചന്റെ വീഡിയോകൾ മാത്രമാണ്. അതിൻ്റെ പിന്നാമ്പുറ യാഥാർത്ഥ്യങ്ങളാണ് ഇന്ന് ITV ന്യൂസ് പുറത്തുവിടാൻ പോകുന്നത്. നിങ്ങൾ കേൾക്കണം. ഈ കഴിഞ്ഞ 2-3 മാസം കൊണ്ട് 2 കോടി റീൽസ്
ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാവാം ഒരു രാഷ്ട്രീയ നേതാവ് ഇത്രയും റീൽസും ഷോർട്സും ഇറക്കുന്നത്. 2 കോടി റീൽസാണ് ഉണ്ടാക്കി ഡിജിറ്റൽ മീഡിയയിൽ കൂടി പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, നിങ്ങൾ ഒന്ന് സമൂഹ മാധ്യമങ്ങൾ, ഏത് തരം മാധ്യമങ്ങളായിക്കോട്ടെ, ഏത് പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, ഇന്ന് ഏറ്റവും കൂടുതൽ കേരള രാഷ്ട്രീയത്തിൽ മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ നിങ്ങൾ നോക്കുക, ഈ ഏറ്റവും കൂടുതൽ റീൽസും ഷോർട്സും ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് ഈ കേക്കച്ചനുമായി ബന്ധപ്പെട്ടാണ്. ഏതാണ്ട് 100-ലധികം പേർ രാപകലില്ലാതെ PR ഏജൻസികൾ ഈ കേക്കച്ചന് വേണ്ടി പടച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഈ PR ഏജൻസികളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇയാളെ വരുന്ന ഒരു CM ആക്കി മാറ്റണം. ITV ന്യൂസ് ഇവന്റെ ഈ ചെമ്പ് തെളിയിപ്പിക്കുവാൻ വേണ്ടി ഞങ്ങൾ മിഷൻ 250 ആരംഭിച്ചപ്പോൾ പൊതുജനങ്ങളുടെ ഇടയിൽ ഈ കേക്കച്ചനെ കുറിച്ചുള്ള വലിയൊരു അമർഷവും ഉണ്ട്. അതുകൊണ്ടാണ് ഇത്തവണ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF ഇത്രയും വമ്പിച്ച വിജയമുണ്ടായപ്പോൾ പോലും ഈ കേക്കച്ചൻ എന്ന് പറയുന്ന ഈ പ്രതിപക്ഷ നേതാവിന്റെ സ്വന്തം വാർഡിൽ, നിങ്ങൾ ഓർക്കണം, പറവൂരിലെ സ്വന്തം വാർഡിൽ BJP ജയിച്ചു. സ്വന്തം വാർഡിൽ, സ്വന്തം വീടിരിക്കുന്ന സ്ഥലത്ത് UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുവാൻ പോലും ശേഷിയില്ലാത്ത ഇവനാണ് കോൺഗ്രസിനെ നയിക്കുന്ന നായകനായി പൊസിഷൻ ചെയ്യുവാൻ ഇവന്മാർ നോക്കുന്നത്. ഞങ്ങൾ ഈ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിലൂടെ ജനകോടികൾ ഞങ്ങളിലൂടെ പ്രതികരിച്ചപ്പോൾ ഇയാളുടെ പ്രതിച്ഛായയ്ക്ക് വളരെയേറെ മങ്ങലേറ്റു എന്ന് കണ്ടാണ് അതിനെ ഓവർകം ചെയ്യുവാൻ വേണ്ടിയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൽ ഇയാളായിരിക്കണം CM കാൻഡിഡേറ്റ് എന്ന് ഒരു പൊതുവികാരം ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് ഈ PR ഏജൻസികൾ ഇത്രയും 2 കോടി റീൽസ് പടച്ചുവിട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അന്നേരം ഇതിനെ പൊസിഷനിങ് എന്ന് പറയും. അതായത് ഒരു CM കാൻഡിഡേറ്റ്, ഒരു ചീഫ് മിനിസ്റ്റർ കാൻഡിഡേറ്റ് എന്ന് പറയുമ്പോൾ അയാൾക്ക് വേണ്ടുന്ന ചില സ്വഭാവ സവിശേഷതകളെല്ലാം ഉണ്ട്. അതെല്ലാം ഒത്തിണങ്ങിയ ഇപ്പോൾ നിലവിലുള്ള കോൺഗ്രസിലുള്ള ഏക നേതാവെന്ന് പറയുന്നത് ഈ കേക്കച്ചനാണ് എന്ന് വരുത്തുവാൻ വേണ്ടി മൾട്ടി ഡയമെൻഷണൽ ക്യാമ്പയിൻ എന്ന് പറയും. ഒരു ആംഗിളിൽ മാത്രമല്ല, മൾട്ടി ഡയമെൻഷണലായിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഇവന്മാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന്, അതിനുവേണ്ടി റീൽസുകൾ ഇറക്കുന്നു, ഷോർട്സുകൾ ഇറക്കുന്നു, പെയ്ഡ് റൈറ്റപ്പുകൾ മാധ്യമങ്ങളിലൂടെ വരുന്നു, ചാനലുകളിൽ അവർക്ക് പണം കൊടുത്ത്, ഇയാളുടെ പ്രസ് സെക്രട്ടറി വഴി മാധ്യമങ്ങൾക്ക് പണം കൊടുത്ത് ഇയാളുടെ ബൈറ്റുകളും ഇയാളുടെ മീഡിയ പ്രസൻസും വിസിബിലിറ്റിയും ക്ലോസും കൂടുതൽ കൊടുക്കുന്നു. അതുപോലെ ഇയാളുടെ ഇന്റർവ്യൂകൾ കൂടുതൽ കൊടുക്കുന്നു. കൂടുതൽ വ്യൂവർഷിപ്പുള്ള വ്ളോഗേഴ്സിനെയും ഡിജിറ്റൽ മീഡിയ മാധ്യമങ്ങളെയും സമീപിച്ച് ഇയാളുടെ പെയ്ഡ് റൈറ്റപ്സുകളും ഇയാളുടെ ഇന്റർവ്യൂകളും പരമാവധി കൊടുക്കുന്നു. അത് മാത്രമല്ല, ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. നമുക്കറിയാം, ഇന്ന് ഈ മാധ്യമങ്ങളിൽ വന്നിരുന്ന അന്തിച്ചർച്ചയ്ക്ക് വരുന്ന ചില ആൾക്കാരുണ്ട്. ഇവന്മാർ ചാനൽ ചർച്ചകളിൽ പോകുമ്പോൾ ഏതാണ്ട് ഒബ്ജക്റ്റീവായിട്ട് സംസാരിക്കുമ്പോൾ ജനങ്ങൾക്ക് മൂളയുണ്ടല്ലോ, ഏതാണ്ട് ഒബ്ജക്റ്റീവായിട്ട് പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് അവരിലോട് താല്പര്യമുണ്ടാവും. അങ്ങനെ ചാനൽ ചർച്ചകളിൽ പോയി ഒബ്ജക്റ്റീവായിട്ട് സംസാരിക്കും. എന്നിട്ട് ഇവന്മാർ PR എടുക്കും. ഇപ്രകാരം PR പണിയെടുക്കുന്ന ഒരാളാണ് അഡ്വക്കേറ്റ് ജയശങ്കർ. ഈ ജയശങ്കറെ ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ കേക്കച്ചനാണ്. ഈ ജയശങ്കർ കൂടുതൽ PR-കൾ ചെയ്യുന്നത് ആർക്കു വേണ്ടിയാണ്? ഏറ്റവും നല്ല പണം കൊടുക്കുന്ന ആൾക്കാർ. ഒന്നെന്നറിയാം, ദിലീപിന് വേണ്ടി ഇയാൾ ഘോരം സംസാരിച്ചു കൊണ്ടിരുന്നു. അതുപോലെ ജട്ടി സാബുവിന് വേണ്ടി, ജട്ടി മുതലാളിക്ക് വേണ്ടി ഇയാൾ ഘോരം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ ഇപ്പോൾ ഇതാ കേക്കച്ചന് വേണ്ടി ഇയാൾ ഓരോ മാധ്യമങ്ങളിലും പോയിരുന്ന് മറുനാടനിൽ ഇരുന്ന് ഒരു തരം ഇന്റർവ്യൂ കൊടുക്കുന്നു, കൗമുദി ചാനലിൽ വേറൊരു തരത്തിലൊരു ഇന്റർവ്യൂ കൊടുക്കുന്നു, ABC ചാനലിൽ പോയിരുന്ന് വേറൊരു തരത്തിൽ കൊടുക്കുന്നു. അങ്ങനെ കേക്കച്ചനെ വാഴ്ത്തി പാടി നിങ്ങൾ നോക്കുക, 2026 സതീശനാണ് താരമെന്ന് പറഞ്ഞ് മറുനാടന്റെ ഇവരുടെ ഒരു ഇത്തരത്തിലുള്ള പ്രമോഷൻ നടത്തുവാനുള്ള ഒരു ചാനലുണ്ട്. അതിൽ പോയിരുന്ന് 2026 സതീശനാണ് താരമെന്നും പറഞ്ഞ് ഈ അഡ്വക്കേറ്റ് ജയശങ്കർ പോയി ഒരു ചർച്ച നടത്തുന്നു. ഇതിനെ പലതരം കഷണങ്ങളാക്കി ഇമാർ റീൽസും ഷോർട്സുമായിട്ട് വിടുന്നു. പിന്നെ മറുനാടനിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നു. അതുപോലെ കൗമുദി ചാനലിൽ പോയിരുന്ന് VD സതീശൻ എന്ന ചാണക്യൻ എന്ന തലക്കെട്ടോടുകൂടി സെയിം കണ്ടന്റ് കൗമുദി ചാനലിൽ പോയിരുന്നു പറയുന്നു. ആ അരമണിക്കൂർ ദൈർഘ്യമുള്ള ആ വീഡിയോ ഇവന്മാർ 1 മിനിറ്റുള്ള ചെറിയ പീസുകളാക്കി ഷോർട്സും വീഡിയോകളുമാക്കി പ്രൊമോട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ കൗമുദിയുടെ പ്ലാറ്റ്ഫോമിലൂടെയും ഇത് ജനങ്ങൾ കാണുന്നു. ഇങ്ങനെ പലതരം ചാനലുകളിൽ പോയിരുന്ന ഇയാളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ VD സതീശനെ വാഴ്ത്തിപ്പാടലാണ്. എന്നിട്ട് പറയുന്നു, ഒരു മനുഷ്യൻ പോലും വായിക്കാത്ത ദീപിക പത്രത്തിൽ ഇയാൾ പറഞ്ഞത് അച്ചട്ടായിട്ട് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിരുന്ന് ഇങ്ങനെ ഇരുന്ന് തള്ളിമറിക്കുക. VD സതീശന്റെ PR ഏജൻസി കൊടുക്കുന്ന ഏത് ആംഗിളിൽ ഇയാളെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞു കേട്ടിട്ട് ഈ അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറയുന്ന ഈ നരാധമൻ, ഈ നാണം കെട്ടവന് വേണ്ടി PR പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓർക്കണം, നിയമപുസ്തകങ്ങളുടെ ഒരു ബാക്ക്ഡ്രോപ്പ്, ഇയാൾ ഒരൊറ്റ കേസ്, ഒരു പെറ്റി കേസ് പോലും ജയിച്ചതായിട്ട് നമുക്കറിയത്തില്ല. ആ നിയമ പുസ്തകങ്ങളെല്ലാം ഉള്ള ഒരു റാക്കിന്റെ പുറകിൽ ഇരുന്ന് ബാക്ക്ഡ്രോപ്പ് ആക്കിയിരുന്ന ഇയാൾ ഇരുന്ന് ഇങ്ങനെ
ഈ പറയുന്ന PR പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേക്കച്ചന് വേണ്ടി. ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ ചാനൽ ചർച്ചകളിൽ പോയി ഒബ്ജക്റ്റീവായിട്ട് സംസാരിക്കുന്ന ഇവൻ ഈ കേക്കച്ചന് വേണ്ടി PR പണിയെടുക്കുകയാണ്. ഈ നരാധമന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ ഇത്തരം കള്ളത്തരങ്ങൾ പകരുകയാണ്. ഇത് പെയ്ഡ് ഇന്റർവ്യൂകളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇയാളുടെ നാക്ക് വാടകയ്ക്ക് എടുത്തിട്ട് കേക്കച്ചന്റെ PR ടീം ചെയ്യുന്ന പണിയാണെന്ന് മനസ്സിലാക്കണം. അതുപോലെ ഈ കേക്കച്ചന്റെ സംഘം നടത്തുന്ന 2 കോടി ഷോർട്സും റീൽസും ഇപ്പോൾ പമ്പ് ചെയ്തിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട, അതായത് ഞാനൊരു 5 മിനിറ്റ് ഇരുന്നപ്പോൾ കണ്ട, അതായത് എൻ്റെ ഫേസ്ബുക്കിലേക്ക് ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ വന്ന, പെട്ടെന്ന് എനിക്കിത് ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കണ്ട ഒരു 5 മിനിറ്റ് കൊണ്ട് കണ്ട ഈ കേക്കച്ചൻ്റെ ചില റീൽസ് മാത്രം ഞാൻ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ്. ഇതിൻ്റെ ലക്ഷക്കണക്കിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അന്നേരം അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഇത് വരുന്ന മുഖ്യമന്ത്രി കസേര ലക്ഷ്യം വെച്ച് കോൺഗ്രസിലുള്ള മറ്റവന്മാരെല്ലാം ആകെ വരണ്ട നിൽക്കുകയാണ്. ഈ എറണാകുളത്തുള്ള UDF പാഞ്ചാലിയെ മുന്നിൽ നിർത്തി എല്ലാവന്മാരെയും അറ്റൻഡ് ചെയ്യിപ്പിച്ച് അവന്മാരാകെ കുടുങ്ങിക്കിടക്കുകയാണ്. അവന്മാർക്കൊന്നും വാ പൊളിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. എല്ലാവരും ഈ കേക്കച്ചന്റെ തേൻകണിയിൽപ്പെട്ട് കിടക്കുകയാണ്. ആ അവസ്ഥയിൽ ഇയാൾ വരാൻ പോകുന്ന ഒരു CM ഇയാളാണ്. അത് ഈ ഷോർട്സ് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. ഇയാൾ കുഞ്ഞുങ്ങളെ എടുത്ത് താലോലിക്കുന്നു. ഇയാൾ വലിയ ഭക്തനാണ്, അയ്യപ്പ ഭക്തനാണെന്ന് കാണിക്കുവാൻ വേണ്ടി ശബരിമലയിൽ പോയി ദർശനം നടത്തുന്നു. ശബരിമലയിൽ പോകുമ്പോൾ സാധാരണ ആളുകളുടെ കൂടെ ഇരിക്കുന്നു. അതുപോലെ ഇവൻ വലിയ ഹീറോ ആണെന്ന് വരുത്തുവാൻ വേണ്ടി വളരെ രാജകീയമായി വന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ വണ്ടിയിൽ വന്ന് ഇറങ്ങുന്നതും പോലീസ് അകമ്പടി സേവിക്കുന്നതും എസ്കോർട്ടും കാണുന്നു. അതുപോലെ തന്നെ ഇവൻ ഓഫീസ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ 3 കാര്യങ്ങൾ ഒഴിച്ച് കേക്കച്ചൻ്റെ സകല സാധനങ്ങളും കൊടുത്തിട്ടുണ്ട്. ഒന്ന്, കേക്കച്ചൻ പെടുക്കുന്നതിൻ്റെ മാത്രം ഷോർട്സ് ഇല്ല, കേക്കച്ചൻ അപ്പിയിടുന്നതിൻ്റെ ഇല്ല, ഇയാൾ മറ്റ് ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്നതിൻ്റെ ഇല്ല. ഈ 3 സാധനങ്ങൾ ഒഴിച്ച് സകല റീൽസും ഷോർട്സും ഇയാൾ ഇറക്കിയിട്ടുണ്ട്. അതൊന്ന് കാണുക, എന്നിട്ട് നിങ്ങൾ വിലയിരുത്തുക. ഇത് ചീഫ് മിനിസ്റ്റർ കസേര ലക്ഷ്യം വെച്ചുള്ള കേക്കച്ചൻ്റെ PR വർക്കാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇയാൾ ഒതുക്കുവാൻ ആദ്യം ശ്രമിച്ചത് ഷാഫിയെയായിരുന്നു. മുഖ്യമന്ത്രി, ഒരു യുവനേതാവ് മുഖ്യമന്ത്രിയാകണമെന്നുള്ള ഒരു വലിയ ജനങ്ങളുടെ ആവേശം നിലനിൽക്കുമ്പോൾ ഷാഫിയെ ഒതുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് രാഹുലിനെ പെടുത്തിയത്. രാഹുലിനെ പെടുത്തിയ പോലെ തന്നെ നിന്നെയും പെടുത്തും എന്ന് വരട്ടിയത് കൊണ്ട് ഷാഫിയാകെ മിണ്ടാതെ മൂത്രമൊഴിച്ച് പമ്മി നടക്കുകയാണ്. ഷാഫിയുടെ ആ ബോഡി ലാംഗ്വേജും പോയി, ആ ഉശിരും പോയി, ഊർജ്ജസ്വലതയും പോയി, ഷാഫിയും പമ്മി നിൽക്കുകയാണ്. അങ്ങനെ രാഹുലിലൂടെ ഷാഫിയെ വെട്ടി സകല യുവനേതാക്കന്മാരെയും വെട്ടി പിന്നാമ്പുറത്താക്കിയിട്ട് ഈ കടൽക്കിഴവൻ ഇവൻ പൊട്ടിയിട്ട് ഇവൻ ഡയ്യുമടിച്ച് ഇവൻ എൻ്റെ തല, എൻ്റെ ഫുൾ ഫിഗർ എന്ന തലത്തിൽ വിളങ്ങുന്നത് നിങ്ങളൊന്ന് കാണുക, വിലയിരുത്തുക. കേക്കച്ചൻ്റെ ആ റീൽസ് കാണുക. ഈ ഡിസംബർ മാസത്തിൽ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ, ജീവിതത്തിൽ മുഴുവൻ തണൽ കൊടുക്കുന്ന ഒരു പുരുഷൻ ദുർഘടങ്ങളുടെ പാതകൾ താണ്ടിക്കയറിയത് നമുക്ക് എങ്ങനെ മറക്കാൻ കഴിയും? അവസാനം അവരൊരു കാലിത്തൊഴുത്തിൽ പ്രവേശിക്കുമ്പോൾ അങ്ങ് അന്തരീക്ഷത്തിൽ അപൂർവമായ പ്രഭയോടുകൂടി ഒരു നക്ഷത്രം ഉദിക്കുകയാണ്. മരങ്ങളിലും വള്ളികളിലുമുള്ള മഞ്ഞുകണങ്ങൾ പുഷ്പങ്ങളായി പരിണമിക്കുകയാണ്. പ്രപഞ്ചം മുഴുവൻ നിശ്ചലമായി നിൽക്കുകയാണ്. അവിടെ വിമോചകൻ പറക്കുകയാണ്. എക്കാലത്തെയും വലിയ വിമോചകനാണ് അവിടെ പിറന്നു വീഴുന്നത് ആ കാലിത്തൊഴുത്തിൽ. എക്കാലത്തെയും വലിയ വിമോചകൻ. ഈ തിരുപ്പിറവി ആഘോഷിക്കുന്ന ഈ ഡിസംബർ മാസത്തിൽ നസ്രേത്തിയിലെ മേരിയും കുഞ്ഞും നമ്മുടെ മനസ്സിലുണ്ടാകണം. അതായിരിക്കണം നമ്മുടെ പ്രതീക്ഷ. ഈ എല്ലാ പോരാട്ടത്തിന്റെയും കരുത്തായി, പിൻബലമായി, ആത്മവിശ്വാസമായി ആ ക്രൈസ്തവ വിശ്വാസം നിങ്ങളെ തുണയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. Leader must have a vision. The second one, leader must be able to travel into an unexplored path. Third thing, leader must know how to manage success, most importantly the failure. Fourth point, leader must have courage to take decision. Fifth one, leader should have a nobility in management. Leader should work with integrity and succeed with integrity. നിങ്ങളെല്ലാവരും കൂടി കുഴിച്ചു മൂടാൻ നോക്കിയ ഒരുത്തനില്ലേ? നിങ്ങൾ ഓരോ തവണ താഴ്ത്താൻ ശ്രമിച്ചപ്പോഴും ഉയർന്നു വന്ന ഒരുത്തൻ, നിങ്ങൾ ഓരോ തവണ കെടുത്താൻ ശ്രമിച്ചപ്പോഴും ആളിക്കത്തിയ ഒരുത്തൻ. കുറവുള്ളത് കമ്മിറ്റ്മെന്റ് ആണ്. അങ്ങനെയൊക്കെ പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ അധികാരത്തിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അധികാരത്തിലൊരു കുഴപ്പമുണ്ട്. അധികാരത്തിന് ചുറ്റും പാരാഫർണലിയുണ്ട് അല്ലേ? ഇപ്പൊ കാറ്, ബംഗ്ലാവ്, പോലീസ്,
സെല്യൂട്ട്, പിന്നെ കുറെ പവർ ബ്രോക്കേഴ്സ്, പിന്നെ കുറെ സൈക്കോ ഫാൻസ്. നമ്മൾ ഗംഭീരമാണ്. മറ്റേതാണ് പഴയ രാജകൊട്ടാരങ്ങളിൽ ഉണ്ടായിരുന്ന പോലത്തെ വിദൂഷകന്മാരുടെ റോളിൽ കുറെ ആളുകൾ, അധികാര കേന്ദ്രത്തിന്റെ ചുറ്റും നിൽക്കുന്ന ആളുകളാണ്. ഇതിലൊക്കെ നമ്മൾ മയങ്ങിപ്പോയാൽ തീർന്നു, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊരു ഡിവൈൻ, ഞാൻ ദൈവവിശ്വാസിയാണ്, ഡിവൈൻ അസൈൻമെന്റ് ആയിട്ട് കാണണം. ദൈവികമായൊരു നിയോഗമാണ്. ഒരു സ്ഥാനം MLA ആണ്. MLA ആയി കഴിഞ്ഞാൽ നിന്റെ ജോലി എന്താ? നിന്റെ ആളുകളെ നീ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളുടെ സങ്കടങ്ങൾ എന്താണ് എന്ന് നീ കണ്ട് നീ അത് ചെയ്തു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രയത്നിക്കണം. അല്ലാതെ ഞാൻ മറ്റതിൽ വീണുപോയാൽ തീർന്നു. അതിൽ വീഴരുത്. നമ്മുടെ എയിം ഇതാകണം. ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷൻ. ഞാനൊരു 100 പോലീസുകാർ എന്റെ മുമ്പിൽ വന്ന് സല്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനേക്കാൾ ഒരാളൊരു സന്തോഷാസുർ ഒഴിക്കണായിരിക്കണം, ഒരു പാവപ്പെട്ടവൻ. അതായിരിക്കണം എന്റെ സന്തോഷം. അതിന്റെ കൂടെ എന്റെ കണ്ണെന്ന് അറിയാൻ പറ്റണം. മറ്റതൊക്കെ പെരിഫറലാണ്. അത് ആലോചിച്ചാൽ മതി. അത് ഈ എപ്പോഴും ഉണ്ടാവില്ല എന്നത്. നമ്മൾ ഓരോരുത്തരുടെയും സ്വഭാവം ഓരോ രീതിയിലാണ്, പല രീതിയിലാണ്. ഇപ്പോ ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഒരാളുമായിട്ട് എന്നെ ഒരു കാരണവശാലും താരതമ്യം ചെയ്യാൻ പാടില്ല. സാറ് എന്ത് കാര്യം പറഞ്ഞാലും ചൂടാവില്ല, എന്ത് കാര്യം പറഞ്ഞാലും ദേഷ്യം വരില്ല, എന്ത് കാര്യം പറഞ്ഞാലും ദേഷ്യം വരില്ല. ഇനി അദ്ദേഹം ഒരു 2 പേരെ വിളിച്ച് 2 കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുന്നു. ഒരാൾ നന്നായി ആ കാര്യം ചെയ്തിട്ട് വരുന്നു, അപ്പൊ ആ എന്ന് പറയും. മറ്റേ ആൾ ഇതൊന്നും ചെയ്യാതെ തിരിച്ചു വരുന്നു, അയാൾ ആ എന്ന് പറയും. ഞാനത് പറയില്ല. ഞാൻ ചെയ്തയാളെ ചേർത്ത് നിർത്തും, എന്നിട്ട് നന്നായി ചെയ്തിട്ടുണ്ടെന്ന് പറയും. അത് അയാൾ അടുത്ത കാര്യം അതിനേക്കാൾ നന്നായി ചെയ്യും. മറ്റവനെ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഞാൻ പറയണതാണ്. ഞാൻ സത്യം പറയാണ്, ഞാൻ നുണ പറയില്ല. ഞാൻ സത്യമായിട്ടും ഞാൻ പറയും. ഞാൻ ഉമ്മൻചാണ്ടിയായിട്ട്, രമേശ് ചെന്നിത്തലയായിട്ട്, AK ആന്റണിയായിട്ട് ഒക്കെ എനിക്ക് വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസം. അവരൊക്കെ വലിയ മനുഷ്യരാണ്, വലിയ വിശാലമായ അർത്ഥത്തിൽ ഉള്ള ആളുകളാണ്. ഞാൻ ആ ഒരു ലെവലുള്ള ഒരാളല്ല. ഞാനിത് എന്നോട് നമുക്കറിയാലോ ഇപ്പോൾ ഉള്ള ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഏറ്റവും വലിയ ക്രിമിനലിനെ വേണമെങ്കിൽ വൈറ്റ് വാഷ് ചെയ്തെടുക്കാം. ഏറ്റവും ക്രിമിനലിനെ വൈറ്റ് വാഷ് ചെയ്തെടുക്കാം. അതൊക്കെയാണ് ട്രംപ് ഒക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എലോൺ മസ്കിനൊക്കെ ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഏറ്റവും തെറ്റായ കാര്യത്തെ ശരിയാണെന്ന് സ്ഥാപിച്ചെടുക്കാം. ഇനി സത്യം പറയുന്ന ഒരുത്തരെ ചെളിവാരി എറിഞ്ഞ് അവനെ നശിപ്പിച്ച് അവന് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലും സോഷ്യൽ മീഡിയയിലാക്കാം. അപ്പോ ഞാൻ ഭയങ്കര അഹങ്കാരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നറേറ്റീവ് വന്നു. വേറൊന്നും പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ അഴിമതിക്കാരനാണെന്നോ കള്ളനാണെന്നോ കൊള്ളക്കാരനാണെന്നോ നോണേനാണെന്നോ പറയാം. അപ്പോ ഞാൻ പറഞ്ഞ മറുപടിയാണ്. ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നുള്ള പുസ്തകം എഴുതിയ PK ബാലകൃഷ്ണനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അദ്ദേഹത്തിന്റെ ശ്രീനാരായണ ഗുരുവിന് ഒരു പുസ്തകമുണ്ട്. അതിൽ ഗുരുദേവൻ പറഞ്ഞു, എന്റെ രക്ഷയ്ക്കായിട്ട് ഞാനത് വായിച്ചപ്പോൾ കണ്ടത്. അപ്പൊ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു, അഹങ്കാരം നല്ലതല്ല, അത് ദോഷമാണ്. ആത്മവിശ്വാസം നല്ലതാണ്, അത് ഗുണമാണ്. ഒറ്റ പ്രശ്നമുള്ളൂ, ആത്മവിശ്വാസത്തിനും അഹങ്കാരത്തിനും ഇടയിൽ നേരത്തെ ഒരു അതിർവരമ്പ് മാത്രമേ ഉള്ളൂ. അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും കൂടെ പോകുന്നുണ്ടാവും. സാബു ജയിച്ചല്ലേ, എന്താണ് പെട്ടവാസ് ജയിച്ചു, ഏഴുവാട് ജയിച്ചു. നമുക്ക് 9 അല്ലേ, അവിടെ കിട്ടണ്ട. നമുക്ക് 9 അവർക്ക് എത്താം. 16 കൂടി ജയിക്കുമ്പോ അല്ല 16 ടീച്ചർ നോക്കും. ഇനി 5 ജയിക്കണം, ഇനി 5 ജയിക്കണം. ഇതൊന്നും നമ്മൾ പ്രതീക്ഷയല്ല. നമ്മൾ തിരിച്ചു തരില്ല ഡോക്ടർക്ക്. ആദർശത്തിൻ പൊന്മുത്തേ, ആദർശത്തിൻ പൊന്മുത്തേ, ആദർശത്തിൻ പൊന്മുത്തേ, ആദർശത്തിൻ പൊന്മുത്തേ, വീരസതീശൻ നേതാവേ, വീരസതീശൻ നേതാവേ, വീരസതീശൻ നേതാവേ, വീരസതീശൻ നേതാവേ, നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ, നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ, നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ, നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ. ആദർശത്തിൻ പൊന്മുത്തേ, ആദർശത്തിൻ പൊന്മുത്തേ, ആദർശത്തിൻ പൊന്മുത്തേ, ആദർശത്തിൻ പൊന്മുത്തേ, വീരസതീശൻ നേതാവേ, വീരസതീശൻ നേതാവേ, വീരസതീശൻ നേതാവേ, വീരസതീശൻ നേതാവേ, നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ, നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ, നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ, നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ. ആദർശത്തിൻ പൊന്മുത്തേ, ആദർശത്തിൻ പൊന്മുത്തേ, ആദർശത്തിൻ പൊന്മുത്തേ, ആദർശത്തിൻ പൊന്മുത്തേ, വീരസതീശൻ നേതാവേ, വീരസതീശൻ നേതാവേ, വീരസതീശൻ നേതാവേ, വീരസതീശൻ നേതാവേ, നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ, നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ, നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ, നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ. എനിക്ക് മഹാഭാരത യുദ്ധം ഉണ്ടായ കഥയാണ്. പാണ്ഡവർക്ക് പാതി രാജ്യം കൊടുക്കുമോ എന്ന് ചോദിക്കാനാണ് മീഡിയേറ്ററായ സാക്ഷാൽ കൃഷ്ണൻ കൗരവസഭയിൽ പോയത്. 5 ഗ്രാമം 5 വീട് എന്നിങ്ങനെ മൂപ്പര് താഴോട്ടിറങ്ങി. അപ്പോൾ നവന്മാര് സൂചി കുത്താൻ ഇടം കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴാ മൂപ്പര് 5 ബ്രദേഴ്സിനെ വിളിച്ചു പറഞ്ഞത് ഭൂഷണാപ്പിള്ളാർ.
മാത്രമേ ഉള്ളൂ. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് നമ്മൾ തിരിച്ചുപിടിക്കും. ഈ ജില്ലയിൽ നഗരസഭകൾ ബഹുഭൂരിപക്ഷം പഞ്ചായത്ത് നമ്മൾ പിടിക്കുക. ചരിത്രത്തിലാദ്യമായി ശാന്തമ്പാറ പഞ്ചായത്ത് കൂടി UDFന്റെ വെന്നിക്കൊടി നാട്ടാൻ നിങ്ങൾ കഠിനമായി പ്രയത്നിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വിജയം നമ്മുടേതായിരിക്കും. നമുക്കറിയാം, ഈ ഇടുക്കി ജില്ലയിൽ മറ്റന്നാളുണ്ട് ഉണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ടും നമ്മുടെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് നടത്തിയ ഈ സമ്മേളനത്തിലേക്ക് കടന്നുവന്ന മുഴുവൻ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ഞങ്ങളെ ശ്രമിച്ച ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾക്കും ഒറ്റവാക്കൾ നന്ദി രേഖപ്പെടുത്തിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ യോഗം അവസാനിക്കുന്നു. നമ്മളെക്കാൾ വാശിയാണ് നമ്മൾ ജയിക്കണം എന്ന് സാധാരണക്കാരായ ജനങ്ങൾക്ക്. നമ്മളെ ജയിപ്പിക്കണം എന്നതിനേക്കാൾ ഉപരിയായി ഇവരെ തോൽപ്പിക്കണം. അത്രമാത്രം ജനങ്ങൾ വെറുക്കുന്ന ഒരു ഗവൺമെന്റായി ഈ ഗവൺമെന്റ് മാറിയിരിക്കും. ഈ ജില്ല ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഉരുക്കുകോട്ടയാണ് എന്ന് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ തെളിയിക്കാൻ പോകും. VD സതീശൻ അവരുകൾ ഇപ്പോൾ ഹാരമണിയിച്ച് അദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട വികാസം സൃഷ്ടിക്കാനാകില്ല. വികാസം പ്ലാൻ ചെയ്ത് രൂപമെടുക്കാനും സാധിക്കില്ല. അതിനുള്ള തീപ്പൊരി വേണം. അന്ന് കാട്ടുതീ പടർന്നു. നമ്മള് തിരിച്ചു തന്നെ മൊത്തത്തിൽ നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടാൽ നിങ്ങൾ ചിരിച്ചോളാൻ പോകും. കാരണം നല്ല കമ്മ്യൂണിസ്റ്റുകാർ പലരും ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കാണ് വോട്ട് ചെയ്തത്. നിങ്ങൾ സംശയം നോക്കിക്കോ. ഇത് ഈ ഇലക്ഷന്റെ റിസൾട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ നോക്കിക്കോ. ഞാൻ 14 ജില്ലകളിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു, നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കാണുമ്പോഴും ചിരിച്ചോ, നല്ല ഇടതുപക്ഷ സഹയാത്രികരെ കാണുമ്പോഴും ചിരിച്ചോളാം. അവർ നമുക്കാണ് വോട്ട് ചെയ്തത്. അവരുടെ എല്ലാ പ്രതീക്ഷയും, CPMലെ എല്ലാ പ്രതീക്ഷയും, LDFലെ എല്ലാ പ്രതീക്ഷയും അവർക്ക് നശിച്ചു. അവരുടെ പ്രതീക്ഷ ഇനി UDF ആണ്. UDF എവിടെയാണ് ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടത്? എവിടെയാണ് ഈ ഗവൺമെന്റ് ജനങ്ങളെ നിരാശരാക്കിയത്? എവിടെയാണ് ഇവർ തകർന്നു പോയത്? അവിടെ കേരളത്തെ കൈപിടിച്ചുയർത്താൻ UDFന് കഴിയും എന്നുള്ള ബോധ്യം കേരളത്തിൽ ഒരു വലിയ വിഭാഗം ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഞാനത് വെറുതെ പറയല്ല. എവിടെയാണ് ഈ ഗവൺമെന്റ് പരാജയപ്പെട്ട സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും, എന്താണ് UDF ചെയ്യാൻ പോകുന്നത് എന്നുള്ള കൃത്യമായ പദ്ധതി ജനുവരിയിൽ പ്രഖ്യാപിക്കും. ജനുവരി കൃത്യമായ പദ്ധതി. നമ്മൾ സാധാരണത്തെ പ്രതിപക്ഷത്തിന്റെ ജോലി എന്താ? ഗവൺമെന്റിനെ വിമർശിക്കുക, അല്ലെ? ഗവൺമെന്റിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക, ഗവൺമെന്റിനെതിരായി കുറ്റപത്രം സമർപ്പിക്കുക. അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അത് പോയാൽ, ഇനി നിങ്ങൾ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും
എന്ന് സാധാരണക്കാരന്റെ മനസ്സിലും പുതിയ തലമുറയുടെ മനസ്സിലും ഒരു ചോദ്യമുണ്ട്. നമ്മൾ വന്നാൽ ഇവർ പരാജയപ്പെട്ട സ്ഥലങ്ങളിൽ നമ്മൾ അതിനെയെല്ലാം ഉയർത്തിയെഴുന്നേറ്റ് കേരളത്തെ രക്ഷിക്കാൻ നമുക്ക് കൃത്യമായ പദ്ധതികളുണ്ട്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.